അമ്മേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു സാർ. രാജൻകുമാർ കണ്ടു കാണുമെന്തോ ശിവനെ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഷെറിൻ ഒരു തരത്തിലും ഈ പറയുന്ന രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരു സ്ത്രീയായി ഇന്ന് വരെ കണക്കാക്കപ്പെട്ടിട്ടില്ല. അതെ അതെ. പക്ഷെ മന്ത്രിസഭയിലടക്കം സ്വാധീനം ചെലുത്തിയാണ് പുറത്തേക്ക് വരുന്നത്, അതിനുള്ള വഴി ഒരുക്കിയത് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു ആരോപണമാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആ വിമർശനം ഉന്നയിക്കുകയാണ്. ഞാൻ പെട്ടു. അങ്ങനെ നിയമത്തിന്റെ നമുക്കറിയാം എത്ര കേസുകളാണ് നീതി ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നത് എന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ എല്ലാ പടവുകളെയും താണ്ടി ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് പുറത്തേക്ക് വഴിയൊരുങ്ങാൻ ഈ പറയുന്ന അധികാരം തുണയ്ക്ക് നിൽക്കുന്നു എന്ന ആരോപണം ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരം പറ. ഇവിടെ ഈ ചർച്ചയിൽ ഏറ്റവും ആദ്യം സംസാരിച്ച മിസ്റ്റർ അനിൽ ഈ കേസിന്റെ നാൾവഴികളാണ് പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതിനിധി മിസ്റ്റർ ജ്യോതികുമാറും നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അതിനുശേഷം സംസാരിച്ച അഭിഭാഷകനും തെറ്റിദ്ധരിപ്പിക്കുന്ന നിയമവിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ് ഈ ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചത്. അതായത് ഇപ്പോൾ 2025 ആകുമ്പോൾ ഏകദേശം 19 വർഷത്തെ കാലയളവ് ജയിൽ റൂൾസ് പ്രകാരം അവധി ദിവസങ്ങളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ശിക്ഷ അനുഭവിച്ചതായിട്ടാണ് കൃത്യമായിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധികൾ മന്ത്രിമാരുടെ പേര്, ഉദ്യോഗസ്ഥന്മാരുടെ പേരെല്ലാം ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുകയാണ്. ഭയങ്കരം തന്നെ. അല്ല, പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അതിൽ വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനില്ലേ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഈ പറയുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്ന ഒരു ആരോപണം വരുമ്പോ അതിൽ മറുപടി പറയുക അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? നിരന്തരം ഈ മന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ പല ഘട്ടത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക ഇതവരുടെ ഒരു പൊതു പോളിസിയാണ്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മറ്റെല്ലാ വിഷയങ്ങളിലും ഒരാരോപണവും തെളിയിക്കപ്പെടാതെ വരുമ്പോ മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കും. മറുപടിയായിട്ട് വരട്ടെ എന്നിട്ട് വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു പൊതു പോളിസിയായിട്ട് UDFും കോൺഗ്രസും സ്വീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഈ യാതൊരു മെറിട്ടുമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്റെ അറിവിൽ ഒരു നിമിഷം, ഷെറിൻ 2015 നെയ്യാറ്റിൻകരയിൽ നിന്ന് വിയ്യൂരിലേക്കും 17 വിയ്യൂരിൽ നിന്ന് കണ്ണൂരിലേക്കും ജയിൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജയിൽ അധികൃതരോടും സഹതടവുകാരോടുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുടെയും പേരിലാണ് ഈ ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പോ അത്തരത്തിൽ ഉള്ള പ്രവണതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പശ്ചാത്താപം ഉണ്ടായി നല്ല സ്വഭാവം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത്? ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. താങ്കൾ പറഞ്ഞല്ലോ ജയിൽ മാറ്റം എങ്ങനെയാ? ജയിലിൽ എണ്ണ കൂടുതൽ വരും, പ്രതികളുടെ പുതിയ ജയിൽ സൗകര്യങ്ങൾ വരും, പുതിയ ജയിലുകൾ ഇനാഗുറേറ്റ് ചെയ്യും. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അത്തരത്തിൽ വരുമ്പോൾ നോർമലി ഷിഫ്റ്റിംഗ് വരും. അത്തരത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതോ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഈ പ്രതിക്ക് എതിരെ ഇല്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അല്ലല്ല, അന്ന് വന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ പറയുന്ന ജയിൽ സൗകര്യമില്ലായ്മ മൂലമോ ആളെണ്ണം കൂടുതൽ എന്റെ പേരിലോ അല്ല വിയ്യൂരിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും പോയത് സഹതടവുകാരോടുള്ള പെരുമാറ്റത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ചിലപ്പോ സഹതടവുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആധികാരികമായിരിക്കണം. ഇപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി 2 തവണ ഉന്നയിക്കപ്പെട്ടു പെട്ടെന്നുള്ള തീരുമാനം. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകനും പറഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പെട്ടെന്നുള്ള തീരുമാനം. മാധുവിന് അറിയോ എന്നാണ് ജയിൽ ഉപദേശക സമിതി ഈ കേസ് പരിഗണിച്ചത്? ഈ പറയുന്ന ഷെറിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ എന്തുകൊണ്ടാണ് അരുൺ സ്ട്രിക്കോൺ ചെയ്യാത്തത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അങ്ങനെ ഇളവ് നൽകാൻ, അങ്ങനെ നല്ല പിള്ളയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും അല്ല അവരുടെ പേരിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാലോ? ചോദിക്കേ
ഞാൻ പറയുന്നത് പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഈ റിപ്പോർട്ടിൽ ഒന്നും ഒരു തരത്തിലുള്ള കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. കേസുകൾ രജിസ്റ്റർ ചെയ്തതോ പരാതി ലഭിച്ചതായോ പരാതി പരിഗണിച്ചതായോ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ചതോ സെറ്റിൽമെന്റോ കൺസിലിയേഷനോ ഒന്നുമില്ല. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത് എന്നാണ് ഈ പരാതി അല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ ജയിൽ അതിലേക്ക് സ്കിപ്പ് ചെയ്തു പോകുന്നത് വളരെ പ്രകടമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള, അതായത് ജയിൽ ശിക്ഷയിൽ ഇളവ് നേടാൻ വേണ്ടി അനധികൃതമായ സാഹചര്യം ഒരുക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ മൂടി വെക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അടുത്തല്ലേ ഈ പറയുന്ന ഒരു വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയപ്പോ അതിൽ VIP സന്ദർശനം ഉണ്ടായിട്ട് പേരുകൾ നമ്മുടെ ജയിൽ രജിസ്റ്ററിൽ ഇല്ലാതെ പോയത്, അതിന്റെ പേരിൽ നടപടി ഉണ്ടായല്ലോ. അപ്പോ ജയിൽ എന്ന് പറയുന്നതും അവിടുത്തെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന നല്ല ബുക്കും റിപ്പോർട്ടും ഒക്കെ ഏറ്റവും പക്കയായി നടപ്പിലാകുന്നു എന്ന അവകാശവാദവും നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ളത് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതി എന്നുള്ളത് മാത്രമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ചാർത്തി കൊടുക്കും മുമ്പ് ആ ചരിത്രം കൂടി ഓർക്കണ്ടേ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഒരു തരത്തിലും രേഖാമൂലം അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നിലനിൽക്കാതിരിക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണം ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാം പത്രങ്ങളിൽ വന്നു, വാർത്തകളിൽ വന്നു എന്ന് മാത്രമാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അന്ന് ഈ പറയുന്നത് പോലെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ VIP സന്ദർശനം ഉണ്ടായപ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നുള്ളൂ. ജയിൽ രജിസ്ട്രി നല്ല വെടിപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആരും തൊട്ട് മോശമാക്കാതെ. അത്രേ വരുവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന കറക്ഷൻ, ഈ പറയുന്ന മാനസാന്തരം, ഇതൊന്നും പരീക്ഷിക്കാൻ നിലവിൽ സംവിധാനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് ക്യാബിനറ്റിലെ മന്ത്രിമാർക്ക്, ഇവിടെ രാഷ്ട്രീയം ശീലിച്ചിട്ടുള്ളവർക്ക്, പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ക്രൈമാണ്. അവിടെ പക്ഷേ ആ പരിഗണന എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുന്നത്? ധൃതി പിടിച്ച് മാധുവിന് കാര്യം മനസ്സിലായി. കാരണം 2 തവണ ഞാൻ അത് പറയാൻ വന്നപ്പോഴേക്കും മാധു അതിൽ നിന്ന് തെന്നി മാറ്റിച്ചു. പിന്നെ മാധു തന്നെ അത് പറഞ്ഞു. 8/8/2020 ഇപ്പൊ ബ്രൂബറിയുടെ കാര്യം പലതവണ പറഞ്ഞല്ലോ. ആദ്യം ടെൻഡർ പറഞ്ഞു, മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു, വെള്ളം ഊറ്റുന്നു എന്ന് പറഞ്ഞു. എല്ലാ വാദങ്ങളും പൊളിഞ്ഞതുപോലെ ഈ വാദവും പൊളിഞ്ഞ് പാളീസാവുകയല്ലേ? എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഇതെല്ലാം പ്രോസസിംഗ് കൃത്യമായി നിയമപരമായിട്ടാണ് നടക്കുന്നത്. ഈ കേസിൽ 3 പേർ കൂടിയുണ്ടല്ലോ. അവരെന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്? ഒരേ പ്രതിക്കൂട്ടിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിപ്പോയവരുണ്ടല്ലോ. അല്ല, ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് വരുമ്പോൾ നാളെ ഈ പറയുന്ന ആളുകൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ശിക്ഷ ഇളവ് വേണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വരില്ലേ? ആ 4 റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ശുപാർശ ചെയ്യും. ശുപാർശ ചെയ്താലും മന്ത്രിസഭ നോക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യമാണോ, ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, പോസ്കോ കേസാണോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ പറയുന്ന നല്ല ബുക്കിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും സ്വന്തം കേസിൽ അതായത് അവനവൻ ഉൾപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി നിയമത്തിന്റെ വഴിയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്ന അറിവ് കിട്ടുമ്പോ മറ്റു പ്രതികൾ കോടതിയുടെ മുന്നിലേക്ക് വരില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. കോടതിയുടെ മുന്നിലേക്ക് പോകാമല്ലോ അവർക്ക് ശിക്ഷ ഇളവ് തേടി. അപ്പൊ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയല്ലേ ഈ സംവിധാനം? കോടതിക്ക് ഇതിലൊരു റോളും ഇല്ല. റിമിഷന്റെ ഫുൾ അതോറിറ്റി ജയിൽ ഉപദേശക സമിതിക്കാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം മന്ത്രിസഭയ്ക്കാണ്. 3ാം ഘട്ടം ഗവർണർക്കാണ്. 4ാം ഘട്ടമാണ് കോടതിക്ക്. അതിനൊന്നും ഇല്ലേ? കോടതിയുടെ മുന്നിലേക്ക് വരിക. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇന്നയാൾക്ക് കൊടുത്തു അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഫണ്ടമെന്റൽ റൈറ്റ് ഇതിന് ബാധകമല്ല. എന്നിട്ട് സുപ്രീം കോടതി പല കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, റിമിഷന്റെ കാര്യത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല, ഇക്വാലിറ്റി ഇല്ല. ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കും. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ജാമ്യം കൊടുക്കുമ്പോ നമ്പർ ഓഫ് ഡെഡ് ബോഡി ഈസ് നോട്ട് എ ക്രൈറ്റീരിയ.
ഒരാൾ മരിച്ചാലും 5 പേർ മരിച്ചാലും 10 പേർ മരിച്ചാലും ആ കേസിന്റെ അല്ല, ഈ മുന്നിൽ തന്നെ പറയുന്ന നോക്കുക. അല്ലെ ശിക്ഷ മാറാട് ഇളവ് കലാപത്തിൽ മൗലികാവകാശമല്ല എന്ന് പറയുമ്പോൾ നിരവധി മനുഷ്യന് ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അവനവന്റെ മൗലികാവകാശമാണ്. അതിൽ സ്റ്റേറ്റ് ഇടപെടരുത് എന്ന് കൂടി കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയില്ല പോങ്ങൻ. ഇല്ല, അത് ഓരോരുത്തരുടെ മൗലിക അവകാശം എന്ന് പറഞ്ഞാലും ഇവിടെ ഓരോ കേസ് ഞാൻ പറഞ്ഞല്ലോ 5 മാനദണ്ഡം, ആ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഇൻഡിവിജ്വൽ ആയിട്ട് പരിശോധിക്കണമെന്ന് നിരവധി സുപ്രീം കോടതി വിധി. ഏറ്റവും അവസാനം ബിൽക്കീസ് ബാനുവിന്റെ കേസ് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ നിരവധി ആളുകൾക്ക് ഒരുമിച്ച് റിവിഷൻ കൊടുത്തപ്പോ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തി. ഞാൻ പറഞ്ഞല്ലോ, നിരവധി പറയുന്ന അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് പുറത്തേക്ക് വിടണം എന്ന ആവശ്യമല്ല ഞാൻ ഉന്നയിക്കുന്നത്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നേരത്തെ ഞാൻ അഡ്വക്കേറ്റ് ബൈജു നോലിനോട് ചോദിച്ചു, 14 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അങ്ങ് നേരത്തെ പാടില്ല എന്ന് പറഞ്ഞ ക്രൈറ്റീരിയകൾക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കേസ് ഉണ്ടാവുകയാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. 14 വർഷമാണ് ജീവപര്യന്തം എന്ന നിലയ്ക്ക് കീഴ്വഴക്കമുണ്ടാക്കാൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കിട്ടുന്ന അപേക്ഷ അങ്ങനെ തന്നെ ജയിൽ ഉപദേശക സമിതിക്ക് കൊടുക്കാം. ജയിൽ ഉപദേശക സമിതിക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് പല സമയത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടിയോ അല്ലാതെയോ അത് ക്യാബിനറ്റിന് ശുപാർശ ചെയ്യാം. ഇതൊക്കെ ഒരു വിവേചനാധികാരത്തിന്റെ പേരിൽ നൽകേണ്ടതാണോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതോ നിയമത്തിൽ ഇതിന് വ്യവസ്ഥയില്ലേ? ഇത്രയും കുറ്റം ചെയ്ത ആളുകൾക്ക് സുഖമായി പുറത്തു വരാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടോ? അതും ആനുകാലികമായി ഇത്രയധികം ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ ഇവിടെയുള്ളതൊന്നും പോരാ, ഇനിയും ജയിലിൽ നിന്ന് ആളുകൾ വരട്ടെ, അവർക്കൊക്കെ പശ്ചാത്താപം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് വരണോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.